ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണല്ലേ നഗ്ഗറ്റ്സ്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഫ്രോസൺ വാങ്ങിച്ച് വറക്കാറൊക്കെയാണ് പതിവ് സാധാരണ. അപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും ഒക്കെ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2 months വരയ്ക്കും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എടുക്കുന്ന സമയത്തൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റിയുമായ ഈ നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നഗ്ഗറ്റ്സിൻ്റെ റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നഗ്ഗറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഇവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയ സ്ലൈസാണ് ബ്രെഡ്, അതുകൊണ്ടാണ് ഞാൻ 3 പീസ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ബ്രെഡ് വലുതാണെങ്കിൽ 2 സ്ലൈസ് എടുത്താലും മതിയാവും. അപ്പോൾ ഇതിൻ്റെ അരികൊന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ, അപ്പോൾ ഇതൊന്ന് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഈ ബ്രെഡ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ പൊടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ ഇതുപോലെ ഇനി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ, അപ്പം ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ, ഞാനിപ്പോൾ മിൻസ്ഡ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് 300 ഗ്രാം. നിങ്ങളുടെ കയ്യിൽ മിൻസ്ഡ് ചിക്കൻ ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു ചെറിയ പീസസ് ആയിട്ട് ക്യൂബ്സായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് മിൻസ്ഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 300 ഗ്രാം. ഇതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് പാപ്പരിക്ക പൗഡർ കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇത് ഓപ്ഷണലാണ് തികച്ചും. ആ ഒരു ടേസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി നമ്മളെല്ലാം പറയുന്നത് ടീസ്പൂൺ കണക്കിലാണേ. അതിനുശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഞാനിപ്പം വൈറ്റ് പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പർ ഇട്ടാലും മതിയാവും. അടുത്തതായി നമുക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ലൈമാണ്. ഇതാ, ഒരു പകുതി ലൈം, ഞാൻ ചെറുതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ലൈം ജ്യൂസ് കേട്ടോ. അതും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പേസ്റ്റ് പോലെ ആക്കണ്ട, എന്നാലും ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇതാ, അപ്പം ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കാരണം നമുക്കതിങ്ങനെ പിടിക്കുമ്പോൾ അത്യാവശ്യം നമുക്കത് ഇങ്ങനെ കയ്യിലെടുക്കാൻ പറ്റണം, ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. ഇതാ, ഞാനപ്പോൾ ഇത് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് അടുത്തതായിട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതാ, ഇപ്പം ഞാനിങ്ങനെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങനെ ആക്കിയാലും മതി. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഈ എണ്ണ. എന്നിട്ട് നമ്മളുടെ ആ മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം ഇത് കൈവച്ച്. ഇതാ, ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്കിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ടോ ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അങ്ങനെ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഒന്ന് കനം കുറച്ച് നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ ഇതിനൊന്ന് ഷേപ്പാക്കാനായിട്ട് ഇങ്ങനെ ഒരു പാത്രം എടുക്കുക, ഒരു സ്റ്റീലിൻ്റെ എന്തെങ്കിലും പാത്രം എടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനൊരു എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇങ്ങനെ എണ്ണ തടവിയതിന് ശേഷം ഇതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു വട്ടത്തിലേക്ക് വരും. ഇതാ, ഇങ്ങനെയായി വരും കേട്ടോ. അപ്പോൾ ഒന്ന് 2-3 തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതാ. അപ്പോൾ ഈ ഒരു കട്ടി വേണം കേട്ടോ. അപ്പം ഞാനിതൊരു എളുപ്പത്തിന് ചെയ്തതാണ്. നിങ്ങളിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് ചെയ്യാം കേട്ടോ. ഇനി ഇതിനൊരു സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതാ. അപ്പോൾ ഒന്ന് കൈ വെച്ചൊന്ന് സ്ക്വയർ ഷേപ്പിലേക്ക് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്ന് ഒപ്പാക്കാൻ വേണ്ടി ഇതിൻ്റെ അറ്റം മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക്. അപ്പോൾ ഒരു ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയിൽ വരാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതാ നഗറ്റ്സിനൊക്കെ ഏകദേശം ഒരു വലിപ്പം നമുക്കറിയാലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെയാണ് ഇപ്പം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വേറെ പ്ലേറ്റിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണേ. ഇതാ. അപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു 10 മിനിറ്റ് നേരം ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോഴേക്കും അത് ഫ്രീസറിൽ ഇരിക്കുന്ന സമയം കൊണ്ട് 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഫ്രീസറിലേക്ക് തൽക്കാലം ഇപ്പം വെക്കാം. അപ്പോൾ ഈ ചിക്കനിലേക്ക് വേണ്ടി ഒരു ബാറ്റർ നമുക്കിനി തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരല്പം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരല്പം വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒരല്പം മതി കേട്ടോ വൈറ്റ് പെപ്പർ. അതല്ല നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ ആണെങ്കിൽ അതായാലും മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് മിൽക്ക് ഉണ്ടല്ലോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. ഞാനൊരു കപ്പ് കോൺഫ്ലെക്സ് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ നോർമൽ കോൺഫ്ലെക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ ഒന്നുള്ള ടൈപ്പ് അല്ല കേട്ടോ. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ഉപയോഗിക്കാം. ബ്രെഡ് ക്രംസ് നമുക്ക് വീട്ടിലുള്ള ഫ്രഷ് ബ്രെഡ് പൊടിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടും കേട്ടോ. ഇതൊരു കുഞ്ഞ് ടിപ്പാണ്. ഇനിയിപ്പോൾ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഫ്രഷ് ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി നല്ല ഗോൾഡൻ കളറിൽ, അതായത് യെല്ലോയിഷ് ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് നഗറ്റ്സ് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിനി നഗറ്റ്സ് വറുക്കാനുള്ള ഐറ്റംസാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഒരല്പം ഒരു 2 ടേബിൾ സ്പൂണുണ്ട് കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഇത് നമ്മൾ നേരത്തെ ആക്കി വെച്ച മുട്ടയുടെ മിക്സ് കേട്ടോ. കോഴിമുട്ടയും ഒരല്പം ഉപ്പും പെപ്പറും പിന്നെ ഒരല്പം മിൽക്കും കൂടി ഒഴിച്ചിട്ടുള്ള മിക്സ്. ഇത് നമ്മൾ കോൺഫ്ലെക്സ് പൊടിച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസും എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതാ ഇപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച നമ്മളെ നഗറ്റ്സിൻ്റെ. അപ്പോൾ ഇതാ ഇതെടുത്തിട്ട് ആദ്യം തന്നെ കോൺഫ്ലവറിലൊന്ന് മുക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളുടെ കോൺഫ്ലെക്സിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ കൈമിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്തെടുക്കാം എല്ലാതും. ഇതാ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇതാ അപ്പം ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കിയിട്ട് 1-2 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവർക്കിത് വറുത്ത് കൊടുത്തു വിടണമെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് എങ്ങനെയത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കുന്നതെന്നുള്ളത് ആദ്യം കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് എടുത്ത് വെക്കാം. ഇത് തമ്മിൽ ഇങ്ങനെ മുകളിലേക്ക് വെക്കാതിരുന്നാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കില്ല.
അങ്ങനെ അടുത്ത ലെയറും നമുക്കിങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പാത്രമാണെങ്കിൽ നമുക്ക് കൂടുതൽ ലെവലിൽ ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതങ്ങ് അടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി. ഇങ്ങനെ ആക്കിയിട്ട് ഫ്രീസറിൽ അങ്ങ് എടുത്ത് വെക്കുക. അപ്പോൾ ഇത് എത്ര നാൾ വേണം, മാക്സിമം 1-2 മാസം വരെ നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ബാക്കിയുള്ളതൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ പിന്നെ വെച്ചാൽ മതി. എണ്ണ ചൂടായതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ. ഒരു വശം ഏകദേശം ആയി തുടങ്ങിയിട്ട് ആ സമയത്ത് നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തീ നമ്മളുടെ ഒരു സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവേ, ഉൾവശം വെന്ത് കിട്ടില്ല. ഇപ്പോൾ ഇതൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവണയും കൂടി ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതെല്ലാം ഈ എണ്ണയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത സെറ്റും കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾവശം ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, പെർഫെക്റ്റ് സ്ട്രക്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എളുപ്പമല്ലേ ചെയ്യാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ എങ്ങനെയാണ് അത് നമ്മൾ എടുത്ത് വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ആ സമയത്തൊന്ന് വറുത്തെടുത്താൽ മതി അവർക്ക് കൊടുത്തു വിടാനായിട്ട്. ഒരു 1 to 2 months വരയ്ക്കും ഒരു കുഴപ്പമില്ലാതെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.